നമസ്തേ. ഇന്ന് നമ്മുടെ നാട്ടിലുണ്ടായ ഒരു ദുരന്തം. ആ ദുരന്ത മുഖത്തേക്ക്, ആ ദുരന്തം നടന്ന സ്ഥലത്തേക്ക് നമ്മുടെ നാട്ടിലെ പല നേതാക്കന്മാരും ഇങ്ങനെ ഒഴുകി നടക്കുകയാണ്. പലരും കോൺഗ്രസിന്റെ നമ്മുടെ അഖിലേന്ത്യാ നേതാവും പ്രതിപക്ഷ നേതാവുമായ അതിപ്രഗത്ഭനായ രാഹുൽ ഗാന്ധി ഒരു വഴിക്ക്, രാഹുൽ ഗാന്ധിന്റെ സിസ്റ്റർ ഒരു വഴിക്ക്, കേരളത്തിന്റെ മുഖ്യമന്ത്രി മറ്റൊരു വഴിക്ക്, പിന്നെ പല നേതൃത്വമൊക്കെ അങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് ആ ദുരന്ത മുഖത്തേക്ക് ഇങ്ങനെ വന്ന് വളരെ ഞെളിഞ്ഞു നിൽക്കുന്ന ഒരു ഭയങ്കര ഒരു രംഗം തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ എന്തിനങ്ങോട്ട് വരുന്നു, എന്താണ് ആവശ്യം എന്ന് ചോദിച്ചുകൊണ്ട് അവിടുത്തെ തന്നെ ഒരു നാട്ടുകാരൻ അതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുന്നതും നമ്മൾ കണ്ടു. ശരിയാണ് അയാൾ ചോദിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ നാട്ടിലേക്ക് കടക്കാൻ വരെ സാധിക്കാതെ അതൊക്കെ പോലീസ് തടഞ്ഞു വെച്ചുകൊണ്ട് ഒന്നും ചെയ്യാതെ സമ്മതിക്കാതിരിക്കുന്നു. മറ്റ് നമ്മള് നേതാക്കന്മാരൊക്കെ കാലിന് ചളിയാകാതെ കാറിലൊക്കെ ഇങ്ങനെ ഒന്ന് അതിലെ റൗണ്ട് അടിച്ച് എന്തോ വലിയ സംഭവം മാതിരി ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് മടങ്ങിപ്പോകുന്നു. എന്തിനു വേണ്ടി ഇത് ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയില്ല. ഒരു 10 വോട്ടിന് വേണ്ടിയിട്ടാണ്. ആ വോട്ട് ചെയ്യാൻ ഇനി ആ നാട്ടിൽ ആരുമില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വളരെ ദാരുണമായ ഒരു 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 സംഗതിയാണ്. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അത്രയും സങ്കടമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് കൂടി ഇവരൊക്കെ അങ്ങോട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ പോകുന്നത് എന്നറിയില്ല. ശരി, എന്തെങ്കിലും ആകട്ടെ. നേതാവ് ചമയാൻ വേണ്ടി എല്ലാവരും പല തരത്തിലുള്ള അഭിനയവുമായി പോകുന്നു അങ്ങോട്ട്. അതിൻ്റെ ഇടയിൽ അവിടെ പല സന്നദ്ധ സംഘടനകൾ, നമ്മുടെ കേരളത്തിലെ ആൺകുട്ടികൾ അവിടെ അകമഴിഞ്ഞുകൊണ്ട് ഒന്നും നോക്കാതെ രാവും പകലും പണിയെടുക്കുകയാണ്. ഒരു ഭാഗത്തുനിന്ന് ശരീരങ്ങൾ കണ്ടെടുക്കുന്നു, അതിനെ ദഹിപ്പിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സേവാഭാരതി സേവാഭാരതി അവിടെ വലിയ ഒരു 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 ജോലി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് അവര് ഇതിന്റെ റെസ്ക്യൂ പ്രവർത്തനമായിട്ട് പോകുന്നു, മറ്റൊരു ഭാഗത്ത് പിന്നെ ദഹിപ്പിക്കുക എന്നുള്ള ഒരു വലിയ ഒരു സംരംഭം തന്നെ ഏറ്റെടുത്ത് അത് ചെയ്യുന്നു. അങ്ങനെ പല കാര്യങ്ങൾ ഏകദേശം 350ഓളം ആൾക്കാരായി കഴിഞ്ഞു എന്നാ തോന്നുന്നത്. അത്രയും ആൾക്കാര് മരിച്ചു വീഴുന്ന വല്ലാത്തൊരു പ്രകൃതിയുടെ ഒരു വികൃതിയാണ്. ബോധമില്ലാത്ത കോമാളി എന്ന് പറയുന്ന ആ മരണം അങ്ങനെ കടന്നു വന്നു. ഒരു ബോധവുമില്ലാതെ കിടന്നുറങ്ങുന്ന ജനങ്ങളെ അങ്ങ് എടുത്തു കൊണ്ടുപോയി. സംഭവിക്കാം, എവിടെ വേണമെങ്കിലും സംഭവിക്കാം, എന്ന് വേണമെങ്കിലും എവിടെയും സംഭവിക്കാവുന്ന ഒരു സംഗതി മാത്രമേ. പക്ഷേ ഈ വീഡിയോ ഇന്ന് ചെയ്തതിന്റെ വേറൊരു കാരണം, ഒരു പഴയൊരു നേതാവ് ഉണ്ടായിരുന്നു. പഴയൊരു നേതാവല്ല, ഇന്ന് നേതാവാണ്. ഒരു മന്ത്രി കൂടിയാണ്, ഒരു കേന്ദ്ര മന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ എനിക്കൊന്ന് നിങ്ങളോട് പറയണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയുമായി ഇപ്പോൾ വന്നത്. ഈ അപകടം അവിടെ സംഭവിച്ച ഉടനെ തന്നെ അദ്ദേഹത്തിന് വിവരം കിട്ടുകയാണ്. പുലർച്ചെ 3 മണിക്ക് ആണെന്നാ പറയുന്നത്. അദ്ദേഹത്തിന് ജോർജ് കുര്യൻ സാറിന് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിവരം കിട്ടുന്നു, നിങ്ങളുടെ നാട്ടില് വലിയ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്, അവിടെ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, വലിയൊരു അപകടം തന്നെയാണ്, ഉടനടി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ ഇവിടുന്ന് പുറപ്പെടണം എന്നുള്ള ഒരു ഇൻഫർമേഷൻ അയാൾക്ക് ഉറക്കത്തിൽ നിന്ന് തട്ടി വിളിച്ചു കൊണ്ട് അയാളോട് പറയുന്നു. അങ്ങനെ ജോർജ് കുര്യൻ അവിടെ നിന്ന് ഉടനടി ഒരു വിമാനത്തിൽ ബാംഗ്ലൂർ വന്നിറങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് കോഴിക്കോട് വന്നിറങ്ങി. വയനാട്ടിൽ ഇറങ്ങാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് കോഴിക്കോട് വന്നിറങ്ങി. കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് പോകും. അതിനുശേഷം അദ്ദേഹം ചെയ്ത ജോലികൾ, അദ്ദേഹം അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, ഇതിനെയൊക്കെ വിലയിരുത്താനോ ഇതിനെയൊക്കെ
എവിടെയെങ്കിലും എടുത്തു പറയുവാനോ ഒരു മാധ്യമങ്ങൾക്കും സാധിച്ചില്ല. ഇനി ഒന്നും പറഞ്ഞില്ലെങ്കിലും ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. അദ്ദേഹം അങ്ങനെയാണ്. അദ്ദേഹം വളരെ ലാളിത്യത്തോടു കൂടി വളരെ സിമ്പിളായ ഒരു മനുഷ്യനാണ്. കാരണം നേരിട്ട് പരിചയമുള്ളത് കൊണ്ട്. അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തിൽ ഒരു ദിവസമെങ്കിലും പണിയെടുത്ത ഒരു ബന്ധമുള്ളത് കൊണ്ടും അദ്ദേഹത്തിനെ നേരിട്ട് അറിയുന്നത് കൊണ്ടുമാണ് ഞാൻ ഇത് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും അങ്ങനെയുള്ളൊരു ജാട കാണിക്കുന്ന ഒരു മനുഷ്യനല്ല. ആയിരുന്നെങ്കിൽ അയാൾക്ക് എന്നോ എന്തൊക്കെയോ ആവാമായിരുന്നു. അയാൾ എവിടെയും കടന്നു കയറി ചെന്നുകൊണ്ട് ഒരു അധികാരത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു PR വർക്കിന് വേണ്ടിയൊന്നും ഒരു കാര്യങ്ങളും ചെയ്യുന്ന ഒരാളല്ല. അയാൾ ആത്മാർത്ഥമായി ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഏതൊരു ജോലിക്ക് വേണ്ടിയും ഇറങ്ങി ചെല്ലുന്ന, ജനങ്ങളെ സ്നേഹിക്കുന്ന ഒരു നേതാവാണ്. അയാളെ പറ്റി നമ്മളെ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളായാലും മറ്റു പത്രമാധ്യമങ്ങളായാലും ആർക്കും തന്നെ ഒരു റിപ്പോർട്ടും കിട്ടിയില്ല. അയാളോട്ട് കൂട്ടി കൊണ്ടുപോയതുമില്ല. അയാൾ അതിന്റെ ആവശ്യമില്ല എന്നതാണ്. അയാളോട് അത് ഇറങ്ങിയ ഉടനെ ഇനി എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നത്, എന്താ കാര്യങ്ങളൊക്കെ ചെയ്ത് ചോദിച്ചപ്പോൾ തന്നെ അയാൾ പറഞ്ഞത്, ഞാൻ അവിടെ എത്തട്ടെ, ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ നോക്കട്ടെ, എന്നിട്ട് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണാം, ആ സമയത്ത് പറയാമെന്നാണ്. അതാണ് ഒരു മന്ത്രി. അയാൾ അങ്ങനെ കോഴിക്കോട് നിന്ന് വയനാട്ടിലെത്തുന്നു, ചൂരൽമലയിലെത്തുന്നു. അയാൾ ആ സമയത്ത് തന്നെ ഒരു സാധാരണ ഒരു റെയിൻകോട്ടും ഇട്ട് മുണ്ടും മടക്കി കുത്തി സ്പോട്ടിൽ ഇറങ്ങി ചളിയിലൂടെ ഞാൻ വലിയ മന്ത്രിയാണ്, ഞാൻ വലിയ വകുപ്പിൽ അങ്ങനെ ഇരിക്കേണ്ട ആളാണെന്ന് ഉള്ള യാതൊരു ഭാവവും ഇല്ലാതെ ആ ഒരു 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 ആ ഒരു യുദ്ധത്തിന് അങ്ങോട്ട് ഇറങ്ങുകയാണ്. അങ്ങോട്ട് ഇറങ്ങി ചെന്നുകൊണ്ട് അയാൾ ആ ഏരിയ മുഴുവൻ അയാൾക്ക് എവിടെയൊക്കെ പോകാൻ പറ്റുമോ അവിടെയൊക്കെ പോയി എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്, എന്തെല്ലാം ചെയ്യണം ഇപ്പോൾ എന്നുള്ളതിനെ പറ്റി ചിന്തിച്ച് അതിനെ ഒരു 3 ദിവസത്തോളം അവിടെ തന്നെ ഇരുന്ന് അയാൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു. എല്ലാം ഓരോ സംഗതികൾ നോക്കിക്കൊണ്ട് അദ്ദേഹം ചെയ്തു. അവിടെ എത്തിക്കേണ്ട എല്ലാ മിഷണറി കാര്യങ്ങൾ എത്തിച്ചു. പട്ടാളത്തിന് എത്തിക്കേണ്ടത് പട്ടാളത്തിന് എത്തിച്ചു. ഓരോ നിമിഷവും അമിത്ഷായായിട്ടും പ്രധാനമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം ഇവിടെ കൊണ്ടുവരണമോ അതൊക്കെ അയാൾ കൊണ്ടുവന്നു. പട്ടാളം എത്തി, ഹെലികോപ്റ്റർ എത്തി, മിഷനറികൾ എത്തി. ഇതിലെല്ലാ സമയത്തും ഇത് ഒന്നും ചെയ്യാതെ പകച്ചു നിന്ന് മേലോട്ട് നോക്കി നിന്ന ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അയാൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അയാൾ അവിടെ ചെന്നിട്ട് എല്ലാരെയും കാണാൻ വേണ്ടി ചെന്നു. എന്റെ കാലിൽ ചളിയായി, ആ ചളി മുറിന്റെ അകത്ത് ആകണ്ട, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കയറുന്നില്ല, പോവുകയാണ്, ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് പോയി. കാരണം ആൾക്കാർ കരഞ്ഞിട്ട് സംഗതികളും കഷ്ടപ്പാടും സങ്കടവും ഒക്കെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു വാഗ്ദാനങ്ങൾ കൊടുക്കുവാനുള്ള ധൈര്യവും തൻ്റെ ഇടവും അയാൾക്കില്ല എന്നുള്ളതിന്റെ, അയാളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള ബോധവും ഉള്ളത് കൊണ്ട് മാത്രമാണ് അയാൾ അവിടെ കയറി ചെല്ലാതെ എല്ലാവരോടും ഒരു ടാറ്റയും പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങിപ്പോയത്. കേരളത്തിലെ ജനങ്ങൾ കണ്ടതല്ലേ, കേരളത്തിലെ ജനങ്ങൾ കണ്ടതാണത്. ആ സമയത്തും ജോർജ് കുര്യൻ അവിടെ തന്നെ ഉണ്ട്. അദ്ദേഹം ഇതിനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് മന്ത്രി, അതാണ് നേതാവ്. ആ നേതാവിനെ ഒന്നും കാണാനുള്ള ഒരു 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 മനസ്ഥിതി ഈ കേരളത്തിലെ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ മന്ത്രിമാർക്കോ സാധിച്ചിട്ടില്ല. അതിനുവേണ്ടി ശ്രമിച്ചിട്ടില്ല. അതാണ്. അപ്പം ഇവര് വന്നു, ആര്, നമ്മളെ ഇയാളെ മരുമകൻ ഉണ്ടല്ലോ, റിയാസ്. അവനൊരു ഒരു ഒരു ട്വിറ്റോ എന്തോ ഫേസ്ബുക്കിൽ എന്തോ ഒന്ന് ഇട്ടു. എന്താ എന്താ എഴുതിയത് എന്താ എഴുതിയത് കേന്ദ്രത്തിന്റെ മന്ത്രി വന്ന് അവിടെ ഇരുന്നു കൊണ്ട് ബേലി പാലം അവിടെ നിർമ്മിച്ച് 24 മണിക്കൂർ കൊണ്ട് അത് നിർമ്മിച്ച് അതിലൂടെ വാഹനങ്ങൾക്കും ജനങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ 2 ഗ്രാമങ്ങൾ തമ്മിൽ, 2 നഗരങ്ങൾ തമ്മിൽ, നഗരം അവിടെ ഇപ്പം ഇല്ല, ആ നഗരമൊക്കെ കംപ്ലീറ്റ് പോയി. ആ ടൗൺഷിപ്പ് കംപ്ലീറ്റ് അവിടെ ഉണ്ടായ ചെറിയൊരു ടൗൺ
വില്ലേജ് ഓഫീസും കാര്യങ്ങളും സ്കൂളും കാര്യമൊക്കെ ആയാലും ചെറിയ ടൗൺ ഉണ്ടായിരുന്നു, ചെറിയ നഗരം. ആ നഗരത്തിനെ നഗ ഇതിനെ കംപ്ലീറ്റ് അങ്ങോട്ട് വാഷ് ഔട്ട് ചെയ്തു പോയിരിക്കുന്നു. ഒന്നുമില്ല ടൗൺ. അപ്പം ഇതിനെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ആരെയൊക്കെ എന്തൊക്കെ ശരീരങ്ങളൊക്കെ എവിടെയൊക്കെയോ കിടക്കുന്നു, അതിനെ മുഴുവൻ തെരഞ്ഞെടുത്ത് കൊണ്ടുവരാനുള്ള പണികൾ തുടങ്ങി. ആ സമയത്ത് ആ പാലം ഉണ്ടാക്കിയതിനെ പറ്റി മരുമകന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. പട്ടാളം ഉണ്ടാക്കി എന്നല്ല, അങ്ങനെ ഒരു പാലം ഉണ്ടാക്കിയെന്ന്. ഇത് PWD ഉണ്ടാക്കിയത്. കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പാണോ അതുണ്ടാക്കിയത്? നല്ലൊരു റോഡ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരാണ്. എന്നിട്ട് അവരുണ്ടാക്കിയത് പാലം അവരുണ്ടാക്കിയ മാതിരിയാണ് എഴുതിയത്. 24 മണിക്കൂർ കൊണ്ട് ആ പാലം അവിടെ ഉണ്ടായിരിക്കുന്നു, കാര്യങ്ങൾ വളരെ നന്നായി എന്നൊക്കെ. അത് ഈ പട്ടാളത്തിന് അനുമോദിക്കാനോ അല്ലെങ്കിൽ ഒന്നും ഒരു വാക്ക് എഴുതുവാൻ ഉള്ള ഒരു വിവേകം അയാൾ കാണിച്ചില്ല. കാണിക്കില്ല, കമ്മ്യൂണിസ്റ്റുകാരനല്ലേ. അതങ്ങനെയാ. കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തതേ അവന് ശരിയാവുള്ളൂ, അല്ലാത്തത് അവന് ശരിയാവില്ല. ആ നഗരം ഒന്നായിട്ടില്ലാതെ ഒരു നരകമായി പോയി. ഇന്ന് നഗരമല്ല, ഒരു നരകമാണ്. അതിനി വീണ്ടെടുത്ത് ഒരു ടൗൺഷിപ്പ് ആക്കി ഒരു പഴയ തരത്തിലേക്ക് എത്തിക്കണമെങ്കിൽ ഉള്ള പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ മനുഷ്യൻ മനുഷ്യൻ എല്ലാവരും അകമൊഴിഞ്ഞിനി അതിനുവേണ്ടി പ്രയത്നിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ ഇനി അതൊക്കെ രക്ഷപ്പെടൂ. ഇനിയും കേരളത്തിൽ ഇങ്ങനെയുള്ള ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടായിക്കൂടാ എന്നില്ല, ഇല്ല. ഉരുൾപൊട്ടലുകൾ ഇനിയും ഉണ്ടാകാം. കാരണം അതിന്റെ ഭൂപ്രകൃതി അങ്ങനെയാണ്. അതിനോട് കളിച്ച് പ്രകൃതിയോടാണ് കളിച്ചത്. അപ്പോൾ പ്രകൃതിയുടെ ചില വികൃതികളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതൊക്കെ ഇനിയും തരണം ചെയ്യാനും മുന്നോട്ട് പോകാനുമുള്ള കഴിവും ഉണ്ടാകണം. അപ്പൊ ഏതായാലും ഈ മന്ത്രിക്ക് കേരളത്തിലെ ആൾക്കാർക്ക് യാതൊരു തരത്തിലുള്ള ഒരു അംഗീകാരവും കൊടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അംഗീകാരം എന്ത് കൊടുത്തില്ലെങ്കിലും കേന്ദ്രം അദ്ദേഹത്തിന്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ എന്നുള്ളവര് അവിടെ നിന്ന് ഏൽപ്പിച്ച് ആ ദൗത്യത്തിന് വേണ്ടി കേരളത്തിലേക്ക് വന്ന് വയനാട്ടിലെത്തി, വയനാട്ടിൽ അവിടെ 3 ദിവസം നിന്നുകൊണ്ട് 24 മണിക്കൂറും പ്രയത്നിച്ചുകൊണ്ട് 3 ദിവസം നിന്നു. 24 അല്ല, പിന്നെ 36 മണിക്കൂറോളം അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായി. എന്നിട്ട് അവിടെയുള്ള ആ പ്രവൃത്തി മുഴുവൻ തീർത്തു. ഒരു 100 ഉറുപ്പ്യന്റെ ചെറിയൊരു റെയിൻകോട്ട് ഇട്ടിട്ട് അയാൾ മുണ്ടും മടക്കി കുത്തി ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നുകൊണ്ട് അയാൾ ആ പ്രവർത്തനം മുഴുവൻ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് അവിടെ ഒരു വ്യവസ്ഥയുണ്ടാക്കി. അതിനുശേഷം കേന്ദ്രം അയാളെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ തിരിച്ചു പോരൂ എന്ന്. അപ്പോഴാണ് അദ്ദേഹം അയാളുടെ പ്രവൃത്തി നിർത്തി, പത്രക്കാരെ കണ്ട് ക്ലൂസ് ഒന്നും പറയാതെ, ട്വീറ്റ് ഒന്നും ചെയ്യാതെ, ട്വിറ്ററിലൊന്നും ഇടാതെ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാതെ, ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇടാതെ, അല്ലെ വാട്സപ്പിലൂടെ എന്തെങ്കിലുമൊക്കെ എഴുതി മറച്ചുകൊണ്ട് എന്തെങ്കിലും ഒരു പോസ്റ്റുകളൊന്നും ചെയ്യാതെ അയാൾ ഇവിടെ നിന്ന് തിരിച്ചുപോയി. അതാണ് നിസ്വാർത്ഥ സേവനം. അതാണ് അദ്ദേഹം BJPയിലൂടെ അല്ലെങ്കിൽ സംഘത്തിലൂടെ അദ്ദേഹം പഠിച്ചത്. ആ പഠിപ്പാണ് അവിടെ കാണിച്ചത്. അല്ലാതെ ഒരു ഒരു തുള്ളി വെള്ളം പോലും കാലിനാകാൻ പേടിച്ചുകൊണ്ട് മടിച്ചുകൊണ്ട് ചളിയാകുമെന്ന് പറഞ്ഞ് എൻ്റെ കാലിലുള്ള ചളി നിങ്ങളെ അതിൻ്റെ അകത്തേക്ക് കയറി വന്നാൽ നിങ്ങൾക്ക് ഉപദ്രവമാവുമെന്ന് പറഞ്ഞുകൊണ്ട് ടാറ്റ പറഞ്ഞ് പേടിച്ചു ഓടുന്ന ഒരു സ്വഭാവം അല്ല കാണിക്കേണ്ടത്. ഒരു മുഖ്യമന്ത്രിയാണ് അങ്ങനെ ചെയ്തത്. പ്രതിപക്ഷ നേതാവ് എതിലെയോ വന്ന് ഒരു റൗണ്ട് അടിച്ച് ഒരു കാറിൽ കയറി അങ്ങ് പോയി, ജനങ്ങൾ തടഞ്ഞു വെച്ചു. അയാൾ മണിപ്പൂരിൽ പോയിട്ട് അവിടുന്ന് തടഞ്ഞു വെച്ച്, ഏതോ ചായപ്പീടി പോയിട്ട് ചായ കുടിക്കാൻ ചോടിപ്പിച്ച്. ഇതിപ്പോ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ ചീത്ത കേട്ട്, നിങ്ങൾ ഇവിടുത്തെ MP ആണ്, നിങ്ങൾ ഇവിടുന്ന് ജയിച്ചു പോയ ആളാണ്, നിങ്ങളാണ് ഇവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എവിടെ നോക്കി നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചീത്ത കേൾക്കുന്നത്. ആ ചീത്ത കേട്ടുകൊണ്ട് അതും പോകേണ്ടി വന്നു. അങ്ങനെയുള്ളൊരു ദുസ്ഥിതിയാണ് നമ്മളെ പ്രതിപക്ഷ നേതാവിന് അവിടെ വന്നത് കൊണ്ടുണ്ടായത്. ആലോചിച്ചു നോക്കണം. എന്നിട്ടും ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ പല പല നാടകങ്ങൾ ഇവരഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു നാടകത്തിനും നിൽക്കാതെ നമ്മുടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി എല്ലാ
ആ കേന്ദ്രമന്ത്രിയുടെ എല്ലാ ശക്തിയും, എല്ലാ പവറും അവിടെ കാണിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനത്തിനും നേതൃത്വം നൽകി ആ പണി മുഴുവൻ ഏൽപ്പിച്ച പണി മുഴുവൻ ചെയ്തു തീർത്തുകൊണ്ട് അയാൾ ഡൽഹിയിലേക്ക് തിരിച്ചു പറന്നു. ഇനിയും നാളെ ഒരു മന്ത്രി വരുന്നുണ്ട് കേന്ദ്രത്തിന്റെ. അയാൾ എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ സുരേഷ് ഗോപി പാവം പനിച്ചു കിടക്കുകയാണ്. അയാൾക്ക് സുഖമില്ലാതെ കിടക്കുന്നത് കൊണ്ട് അയാൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ല. അയാളും നാളെ നാളെ രാവിലെ എത്തും എന്നാണ് കേൾക്കുന്നത്. അയാൾ എത്തും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കേന്ദ്രം ചെയ്യേണ്ട പണികളൊക്കെ കേന്ദ്രം വളരെ വെടുപ്പോടുകൂടി ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനെ അതിനെപ്പറ്റി ഒന്നും പറയാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. പറയേണ്ട ആവശ്യമൊന്നുമില്ല. കേന്ദ്രം ചെയ്യേണ്ടതാണ്. നമ്മുടെ കേന്ദ്ര സർക്കാർ ചെയ്യേണ്ട സംഗതികൾ ചെയ്തെന്നേ ഉള്ളൂ. അതിനാരി അംഗീകാരം വേണ്ട. പക്ഷേ വേറെ ഉള്ളവർ വരുമ്പം അതിനെയൊക്കെ ഇല്ലാത്തത് കുറച്ച് ഭയങ്കര വലുതാക്കി കാണിച്ചുകൊണ്ട് മറ്റുള്ളവരെ ചെറുതാക്കുന്ന ആ ഒരു മാധ്യമങ്ങളുടെ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ടല്ലോ. അത് കാണുമ്പോൾ ഇങ്ങനെയൊന്ന് പറയണമെന്ന് തോന്നി. അതുകൊണ്ട് പറഞ്ഞെന്നേ ഉള്ളൂ. എന്തെങ്കിലും തെറ്റ് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.